ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു ദുരവസ്ഥ പറയാനാട്ടോ ഈ വീഡിയോ ചെയ്യണത്. ഞാനിന്ന് രാവിലെ 6:30 ഇവിടുന്ന് പാലക്കാട്ടേക്ക് ബസ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ സ്റ്റാൻഡിലവിടെ ബസ് ഉണ്ടായിന്, പക്ഷേ ബസ്സിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വരുന്ന ഒരു ബസ് ഡോറ് തുറന്നപ്പോൾ അതിലേക്കാണ് ഓടിക്കയറി. എല്ലാവരും ഓടിക്കയറി, ഭയങ്കര തിരക്കായിരുന്നു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അവിടെ നിന്ന് കയറി സ്റ്റെപ്പ് 2 വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പേഴ്സ് ആരോ അടിച്ചുകൊണ്ട് പോയിന്. ഞാൻ വിചാരിച്ച് ജസ്റ്റ് ചാടിയതായിരിക്കും എന്നാണ് താഴത്തേക്ക്. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി നോക്കി, അവിടെയുള്ള യാത്രക്കാരും താഴേക്ക് നോക്കി. അവിടെ ആ തിരക്കിൻ്റെ ഇടയിൽ അവിടെ പേഴ്സ് ഉണ്ടില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായി സാധനം ആരോ അടിച്ചു മാറ്റി പോയിട്ടുണ്ട്. ഞാനെൻ്റെ കണ്ടക്ടറോട് കാര്യം പറഞ്ഞു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഇവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നതാണ് ഇതെന്ന്. പിന്നെ ഞാൻ അവിടെ ഇറങ്ങാൻ നിന്നില്ല, കാരണം എനിക്ക് കോയമ്പത്തൂർ നേരത്തെ എത്തുന്നതുകൊണ്ട് ഞാൻ നേരെ ബസ് കയറി പോണ പോക്കിൽ ഞാൻ ഇവിടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു, നമ്മളെ KSRTCക്ക്. അപ്പോൾ അവർ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാനാണ്. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ആരെങ്കിലും കൊടുക്കുന്നല്ല പിന്നെ അത് കിട്ടുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ വൈകുന്നേരമായി. ഞാൻ പറഞ്ഞു കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഇപ്പോൾ വൈകുന്നേരം റിട്ടേൺ വരികട്ടെ. റിട്ടേൺ വന്നപ്പോൾ പാലക്കാട് സ്റ്റേഷനിലുള്ള ഇങ്ങോട്ട് ഓട്ടോ കയറി പോലീസ് സ്റ്റേഷനിൽ പോകണം. കംപ്ലയിൻറ്റ് എന്തായാലും കൊടുക്കണം, കാരണം എൻ്റെ കുറേ രേഖകൾ അതിലുണ്ട്. അതൊക്കെ ഓൾറെഡി ഞാൻ മിസ്സായപ്പോൾ തന്നെ എന്താ ATM കാർഡും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വരാം. ഭയങ്കര സങ്കടമായി സംഭവം. ഇവിടുന്ന് പാലക്കാട് നിങ്ങളുടെ അടിച്ചു മാറ്റലുണ്ടാവും ഒരിക്കലും കരുതില്ല. അപ്പോൾ ഓട്ടോ കയറി നമുക്ക് നേരെ സ്റ്റേഷനിൽ പോയേക്കാം. പോലീസ് സ്റ്റേഷനിൽ എടുത്തതാണ്. പോലീസ് സ്റ്റേഷനിൽ സാധനം മിസ്സായി. പേഴ്സ് കംപ്ലൈൻറ്റ് കൊടുത്തില്ലെങ്കിൽ എൻ്റെ ആധാറും പാൻ കാർഡും ഫോട്ടോ ഒക്കെ ആയിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും സാധനം എടുത്താലേ എനിക്ക് കേസ് വരില്ലേ. കേസ് കൊടുത്തിട്ട് പിന്നെ പ്രശ്നമല്ലോ. സാധനം എന്തായാലും കിട്ടില്ലെങ്കിൽ കുഴപ്പം, കട്ടതല്ലേ. രാവിലെ ഇവിടുന്ന് പോയപ്പോഴാണ് മിസ്സായത്. നമ്മളിവിടെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഓട്ടോയിൽ കയറി സ്റ്റേഷനിൽ പോയി 2 സെക്ഷനുകളിലാണ്. ട്രാഫിക്കും ഹെവി. ഏതിലാണ് കേസ് കൊടുക്കില്ല അറിയില്ല, ചോദിച്ചിട്ട് പോകാം. ട്രാഫിക്ക് കയറിയപ്പോൾ പറഞ്ഞ് സൗത്തിലാണ്. അപ്പോൾ സൗത്തിൽ പോയേക്കാൻ പറ്റും. സൗത്ത് സ്റ്റേഷനിലായിരിക്കും. നല്ല അടുത്തടുത്ത് തന്നെ. കംപ്ലയിൻറ്റ് ചെയ്താൽ പറഞ്ഞിട്ടോ. കംപ്ലയിൻറ്റ് എഴുതാണെന്ന് അറിയില്ല. കറക്റ്റ് ഇത് നോക്കുക. ആദ്യത്തെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് എഴുതാറ് ഞാൻ എഴുതുന്നു പോകുന്നറിയില്ല. കംപ്ലയിൻറ്റ് എഴുതി കഴിഞ്ഞു. അതൊക്കെ എന്തോ സംഭവിച്ചെന്നല്ല, എന്തോ മനസ്സ് തോന്നി എഴുതിച്ചു. ഇങ്ങനെയൊക്കെ വേണോ അതിൻ്റെ ഫോർമാറ്റ് അറിയില്ല. ഞാൻ കൊടുത്തത് സൗത്ത് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അവർ പറഞ്ഞ ആരെങ്കിലും കൊടുന്നെന്നാലും എടുത്തരാന്നാട്ടോ. അത് കുറേ പോലീസുകാരുണ്ട്. ബാക്കിൽ ക്യാമറ ഗൈസ് കംപ്ലയിൻറ്റ് കൊടുത്ത് വെറുതെ. ആ പൈസ എന്തായാലും കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ അതിലുള്ള ഫയലുകളുണ്ട്. എൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ചാണ് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയോണ്ടാണ് കേസ് കൊടുത്ത്. അതിൻ്റെ ഒരു ചെറിയ പകർപ്പ് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവത്തിൽ തെറ്റിൻ്റെ ഭാഗത്താണ്. പക്ഷേ തെറ്റിൻ്റെ ഭാഗത്താണ്. ഞാൻ പൈസ ഇട്ടത് ബാക്ക് പോക്കറ്റിലാണ്. പക്ഷേ ഇതേപോലെ 10-15 കൊല്ലമായിട്ട് ഈ ബാക്ക് പോക്കറ്റിൽ ഇട്ട് തന്നെയാണ് ഈ കണ്ട നാട്ടിൽ കൂടെ ഒക്കെ കറങ്ങിയത് ഇതാക്കിയതും. അപ്പോഴൊന്നും കൊയിഞ്ഞാടി പോയിട്ടില്ല. ഇത് കട്ടെടുത്തതിനിപ്പോൾ ഞാൻ ചാട്ടാനാണ്. അപ്പോൾ പറഞ്ഞ പോലൊക്കെ പറഞ്ഞാൽ ഫ്രണ്ടിൻ്റെ പോക്കറ്റിൽ വെക്കണം, ബാക്കിൽ വെക്കരുത്. ഫ്രണ്ട് വീസി വെച്ചാലാണ് ഇത് കൊയിഞ്ഞാടാക്കുള്ളൂ. പോകുമ്പോൾ ഇപ്പം അങ്ങനെ പറയാമല്ലോ. ഈ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും പോയി. പൈസ പോയില്ലല്ലോ ഇനി ഇടകയറി. പക്ഷേ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ATM കാർഡ്, പാൻ കാർഡ്, ലൈസൻസ് എല്ലാം പോയി. ATM കാർഡൊക്കെ സ്പോട്ടിൽ വിളിച്ചിട്ട് ഞാൻ മൊത്തം ഡീആക്ടിവേറ്റ് ആക്കിയിട്ടുള്ളത്. അതിലൊരു ഇടങ്ങേറാക്കി. അത്ര തന്നെ. സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ഒന്നും കാര്യമില്ല, കിട്ടാൻ ചാൻസ് കുറവാണ്.